രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സിസ്റ്റം അനാലിസിസ് ആണ്. അതായത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് നമ്മൾ ബിസിനസ്സിൽ സിസ്റ്റം കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങളൊക്കെ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിലും ഒരു സിസ്റ്റം ഉണ്ട്. നമ്മുടെ ലൈഫിൽ ഒരു കാര്യം മാറ്റിക്കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങൾ അതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് അനലൈസ് ചെയ്ത് മനസ്സിലാക്കാനുള്ള കഴിവിനെയാണ് ഈ സിസ്റ്റം അനാലിസിസ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് എന്നും രാവിലെ 6 മണിക്ക് എണീച്ചിരുന്ന ആളാണ് ഞാൻ. പിന്നീട് എൻ്റെ എണീക്കൽ എന്ന് പറയുന്നത് രാവിലെ 10 മണിക്ക്. ആ 10 മണിക്ക് ശേഷം എനിക്ക് ടീം മീറ്റിംഗ് ഉണ്ട്. എൻ്റെ ടീം മീറ്റിംഗിൽ ഞാനാണ് ഹെഡ്. ഞാൻ പല കാര്യങ്ങളും അവരോട് പറഞ്ഞു കൊടുക്കണം. ഞാനാണ് ആ ഒരു ഫേം റൺ ചെയ്യുന്നതുകൊണ്ട്. പക്ഷേ എൻ്റെ ഈ എണീക്കൽ നേരം വൈകുന്നതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ട് പ്രിപ്പറേഷൻ നടത്താൻ പറ്റാത്തത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒരു കോൺട്രിബ്യൂഷൻ അവിടെ കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ടീമിന് നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കില്ല. അതെന്ത് ചെയ്യും? എൻ്റെ കമ്പനിയെ ബാധിക്കും. എൻ്റെ കമ്പനിയെ ബാധിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എൻ്റെ ലൈഫിനെ അത് ബാധിക്കും. ഇനി മറ്റൊരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം. നമ്മൾ ഇന്നും രാവിലെ നേരത്തെ എണീച്ചിരുന്ന ആളാണ്. പിന്നീട് നമ്മൾ എണീക്കുന്ന സമയം മാറി ഒരു 10 മണിക്ക് ശേഷമായി. നമ്മൾ അവിടെ നിന്ന് ഫുഡൊന്നും കഴിക്കാതെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ നേരെ എന്ത് ചെയ്യും? നമ്മുടെ കമ്പനിയിലേക്ക് പോകും. അപ്പോൾ ഉച്ചയാവുന്ന സമയത്ത് എന്ത് ചെയ്യും? നമുക്ക് നല്ല രീതിയിൽ വിശക്കും. നമ്മൾ ക്ഷീണം അനുഭവപ്പെടാൻ തുടങ്ങും. ഇത് നമ്മുടെ ക്വാളിറ്റി ഓഫ് വർക്കിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഇത് കൃത്യമായിട്ട് അനാലിസിസ് നടത്താനുള്ള ഒരു ബോധം നമുക്ക് വേണം. ആ ഒരു കഴിവുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും.